താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. താരനോടൊപ്പം കൂടെ ഉണ്ടാകുന്ന മറ്റൊരു ഇഷ്യൂ ആണ് മുടി കൊഴിച്ചിലും. അപ്പോൾ താരൻ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും സ്കാൾപ്പ് അല്ലെങ്കിൽ തലയോട്ടിൽ വെള്ളപ്പൊടി പോലെ വരുന്ന അവസ്ഥയാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ വെള്ളപ്പൊടി പോലെ വരുന്നതും താരൻ ആവണം എന്നില്ല. സോറിയാസിസിൻ്റെ വകഭേദമായിട്ടുള്ള അസുഖങ്ങളിലും ഇത് വരാറുണ്ട്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ ഒരു സ്കിൻ ഡോക്ടറിനെയൊക്കെ കണ്ട ശേഷം ഉറപ്പാക്കുക താരനാണോ അതോ സോറിയാസിസിൻ്റെ ടൈപ്പാണോ എന്നൊക്കെ ഉറപ്പാക്കുന്നത് നല്ലതായിരിക്കും. ഈ സാധാ താരനാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്നതേ ഉള്ളൂ. താരനുള്ള പല ആളുകളിലും ഗ്യാസ്ട്രിക് റിലേറ്റഡ് പ്രശ്നങ്ങളും കാണാറുണ്ട് കേട്ടോ. അതായത് അസിഡിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവരിൽ താരൻ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് നെഞ്ചെരിച്ചിൽ, പുളിച്ചിത കെട്ടൽ അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആദ്യം ട്രീറ്റ് ചെയ്യുക. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ താരനകത്തും ശമനം വരാറുണ്ട്. പിന്നെ നമ്മളുടെ ജോലി സംബന്ധമായിട്ടും ക്ലൈമറ്റ് സംബന്ധമായിട്ടും പല രീതിയിൽ താരൻ ഉണ്ടാകാനുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ചില ആളുകളിൽ ഓയിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും താരൻ കൂടുന്നതെങ്കിൽ കൂടുതൽ ആളുകളിലും ഓയിലിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോഴായിരിക്കും താരൻ വരുന്നത്. അതായത് സ്കാൾപ്പ് നല്ലപോലെ ഡ്രൈ ആകുമ്പോഴാണ് പല ആൾക്കാരിലും താരൻ കൂടുന്നത്. രണ്ട് കണ്ടീഷനും പലർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലേതാണ് നിങ്ങളെ ബാധിക്കുന്നതെന്ന് നോക്കുക. ഒരുപാട് ദിവസം എണ്ണ ഉപയോഗിക്കാതിരിക്കുമ്പോൾ താരൻ കൂടുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഈ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെമഡീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ചെറിയ ചെറിയ റെമഡിയാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ മാത്രം അടുത്തടുത്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും പ്രധാനം എത്രത്തോളം ഫ്ലേക്സ് നമ്മുടെ തലയിൽ നിന്ന് വരുന്നുണ്ടെന്ന് നോക്കണം. അതായത് ചെറിയ ചെറിയ ശകലങ്ങളായിട്ട് താരൻ വരാറുണ്ട്, പൊടിയായിട്ട് വരാറുണ്ട്, വലിയ വലിയ ശകലങ്ങളായിട്ട് അല്ലെങ്കിൽ ഫ്ലേക്സ് ആയിട്ട് വരാറുണ്ട്. പിന്നെ നല്ലപോലെ ചൊറിഞ്ഞിട്ട് ഇച്ചി ഫ്ലേക്സ് ആയിട്ടും വരാറുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് നോക്കുക. ഇങ്ങനെയുള്ള ആളുകളിൽ കണ്ണിന് ചൊറിച്ചിലും വളരെ കൂടുതലായിരിക്കും. എങ്ങനത്തെ താരനാണെങ്കിലും നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും തലയോട്ടിയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ചിട്ടുള്ള ചീപ്പ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരിക്കലും സ്കാൾപ്പൊന്നും മുറിയാതെ സോഫ്റ്റായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനത്തെ റെമഡീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് താരനൊക്കെ കംപ്ലീറ്റ് മാറുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം തൈരാണ്. തൈരും ലൈം ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് തലയോട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 45 മിനിറ്റ് കഴിയുമ്പോൾ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ കഴുകിക്കളയാവുന്നതാണ്. ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള സ്കാൾപ്പാണെങ്കിൽ ഈ തൈരിൻ്റെയും ലെമൺ ജ്യൂസിൻ്റെയും കൂടെ നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ താരനുള്ള ആളുകളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓയിൽ എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ വെന്ത വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ദുർദുര പത്രാതി എന്ന് പറയുന്ന ഒരു എണ്ണ കിട്ടും, അത് യൂസ് ചെയ്യുന്നതും നല്ലതാണ്. ഇതുകൊണ്ടൊന്നും മാറിയില്ലെങ്കിൽ നമുക്ക് തൈര്, ലെമൺ ജ്യൂസ്, അതിനൊപ്പം 2 കാര്യങ്ങൾ കൂടി ചേർക്കുക. ചുവന്ന തുളസിയിലയുടെ നീര്, നല്ല ഒരു വെടി ചുവന്ന തുളസിയില മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ നീരെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അല്പം, അതായത് 2 സ്പൂൺ കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ, വാങ്ങിക്കുന്ന ജെല്ലല്ല, ഫ്രഷായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന അലോവേര ജെല്ലും കൂടെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇതെല്ലാം ഒരു അരമണിക്കൂറെങ്കിലും സ്കാൾപ്പിൽ തേച്ച് പിടിപ്പിച്ച ശേഷം വേണം കഴുകിക്കളയേണ്ടത്. ഇങ്ങനെയൊക്കെ റെമഡി യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്ട്രെസ് ലെവൽ. അതായത് ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരും താരൻ കൂടുതലായിരിക്കും. സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വ്യായാമങ്ങളും മെഡിറ്റേഷനും ഒക്കെ ചെയ്യുക. പിന്നെ അതിൽ പ്രോബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നത് നല്ലതാണ്. അത് പ്രത്യേകിച്ച് യോഗർട്ട് അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കണം. പിന്നെ ഹെയർ സ്പ്രേ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാകും ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഒഴിവാക്കുക. അതുപോലെ ഹെയർ ജെല്ലൊക്കെ ഒഴിവാക്കുന്നതും നല്ലതാണ്. ഒമേഗ 3 അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ നന്നായിട്ട് കഴിക്കുക. പിന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഒഴിവാക്കുക. മറ്റൊരു റെമഡി ചുമന്നുള്ളി, പേരയുടെ ഇല, ഇത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചിട്ട് തലയിൽ തേക്കുന്നത് നല്ലതാണ്. അതിനുശേഷം തേങ്ങ വെന്ത വെളിച്ചെണ്ണ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക. ഹോട്ട് ഓയിൽ മസാജ് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഓയിൽ ഡയറക്റ്റ് ചൂടാക്കാൻ പാടില്ല. ഒരു തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പാത്രം വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ ഒരു പാത്രം ചൂടാക്കിയ ശേഷം ആ പാത്രം താഴ്ത്തി വെച്ച ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം കുറച്ച് എണ്ണ അതിനകത്ത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ഒരു ചൂടുണ്ടാകും. ആ ചൂട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ആദ്യമേ പറഞ്ഞ പോലെ ഇങ്ങനത്തെ പാക്കുകളാണെങ്കിലും ഓയിലാണെങ്കിലും നമ്മളുടെ ഓരോ മുടിയിഴകൾ ചകഞ്ഞ് മാറ്റിയ ശേഷം ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് അതൊന്ന് പുറത്തേക്ക് കളഞ്ഞ ശേഷം വേണം അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ആയുർവേദ രീതിയിലാണെങ്കിൽ ത്രിഫല പൗഡർ അല്ലെങ്കിൽ ത്രിഫല ചൂർണം നമുക്ക് കോട്ടക്കൽ പോലെയുള്ള സ്ഥാപനങ്ങളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ത്രിഫല പൗഡർ വാങ്ങിച്ചിട്ട് അതിൻ്റെ കൂടെ ആര്യവേപ്പിലയുടെ പേസ്റ്റ്, ആര്യവേപ്പില ഒരു പിടി എടുത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഈ ത്രിഫല പൗഡറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അല്പം തൈരും കൂടെ ചേർത്ത് പുരട്ടുന്നതും വളരെ നല്ലതാണ്.
എപ്പോഴും മൈൽഡായിട്ടുള്ള ആയുർവേദ ഷാമ്പൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ താളി യൂസ് ചെയ്യാം. ഒരിക്കലും നമ്മൾ പരസ്യങ്ങളിൽ കണ്ടിട്ടുള്ള കൂടിയ ഷാമ്പൂസ് യൂസ് ചെയ്യരുത്. എത്രത്തോളം പരസ്യങ്ങൾ വരുന്നോ അത്രത്തോളം അതിനകത്ത് ഡിഫക്ട്സും കാണും. അപ്പോൾ അതുകൊണ്ട് അത് അല്ലെങ്കിൽ വില കൂടിയത് കൊണ്ട് നല്ലതാണ്, പരസ്യം വരുന്നതുകൊണ്ട് നല്ലതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. മൈൽഡായിട്ടുള്ള ഷാമ്പൂ മാത്രം യൂസ് ചെയ്യുക. ചെറുതായിട്ടൊക്കെ താരനുള്ളവരാണെങ്കിൽ ഈ റെമഡി ഒന്നും യൂസ് ചെയ്യാൻ സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ എപ്പോഴും കുളിക്കുമ്പോൾ തലയിൽ ജസ്റ്റ് വെള്ളം ഒഴിക്കാതെ നമ്മുടെ നെയിൽസ് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. തലയിൽ ഓരോ മുടിയിഴക്കൂടെയും നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് തല നന്നായിട്ട് കഴുകുക. ഡെയിലി അങ്ങനെ ശീലിച്ചാൽ തന്നെ അത്യാവശ്യം താരനൊക്കെ വെള്ളത്തിൽ തന്നെ പോകുന്നതായിരിക്കും. പിന്നെ വെള്ളത്തിന് അംശം ഇരിക്കുമ്പോൾ വീണ്ടും വരുമെങ്കിലും കുറച്ചൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുന്നതായിരിക്കും. അതേപോലെ പണ്ടത്തെ രീതിയിൽ നമുക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ്. ആയുർവേദ ഔഷധങ്ങളൊക്കെ ഇട്ടിട്ട് പുക കൊള്ളിക്കുക എന്ന് പറയില്ലേ, ആ മുടിയിൽ നന്നായിട്ട് പുക കൊള്ളിക്കുന്നതും നല്ലതാണ്.